നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി 5000 കോടി രൂപയ്ക്ക് മുകളിലായെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുക്ത് ഭാരത് അഭിയാനുമായി സഹകരിച്ച് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. SDPI മുല്ലാദ് ഖർഗ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കലും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. നീർക്കുന്നം ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും ഇസ്ലാം MLA നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി 5000 കോടിക്ക് മുകളിലായെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി 5000 കോടിക്ക് മുകളിലായെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക, ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കമ്പനി നിയമം അനുസരിച്ച് ലാഭമുണ്ടാക്കി തന്നെ പ്രവർത്തിക്കേണ്ടവയാണ്. അതിനാവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ നൽകുന്നുണ്ട്. ഈ വർഷം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി 5000 കോടിക്ക് മുകളിലേക്ക് കിടന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. സർക്കാർ വകുപ്പുകൾ പോലെ പ്രവർത്തിക്കേണ്ടതല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കമ്പനി നിയമമനുസരിച്ച് ലാഭമുണ്ടാക്കി പ്രവർത്തിക്കേണ്ടതാണ് ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ. അതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. സിൽക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, മാനേജിംഗ് ഡയറക്ടർ TG ഉല്ലാസ് കുമാർ, GM ഷൈനി ജോസ് തറയിൽ, K അജിത് കുമാർ, അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, CB ചന്ദ്രബാബു, VT ജോസഫ്, P സുരേഷ്, ശശികുമാർ ചെറുകോൽ, K സുദർശനബായ്, V ബാബു, K അബ്ദുൽ സത്താർ, സീമ ദിലീപ്, B സലീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുക്ത് ഭാരത് അഭിയാനുമായി സഹകരിച്ച് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതല്ലേ ട്രെൻഡ്? ഇത് കൂടിയൊന്നല്ല, ഇത് സാധനം വേറെയാ. ഒന്ന് വലിച്ചു നോക്ക്, എന്നിട്ട് പറ ഇത്ര കാലം കഴിച്ചത് നിന്റെ അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? ഇയാളോ നീ ഇതാണ് പിടിക്കല. അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുക്ത് ഭാരത് അഭിയാനുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപ്പാവക്കൂത്ത് പാവനാടക വണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂൾ, കോളേജ്, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നാടകവണ്ടി പര്യടനം നടത്തുക. പര്യടന വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ആദ്യ പ്രദർശനം കാണുന്നതിന് നിരവധി പേർ കളക്ടറേറ്റ് അങ്കണത്തിലെത്തി. അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ പര്യടനം സമാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം രാമചന്ദ്ര പുലവരും സംഘവുമാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണമെന്ന ആശയം തോൽപ്പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെ കൂടാതെ ADM ആശാസി എബ്രഹാം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഇൻചാർജ് MV സ്മിത, ഡെപ്യൂട്ടി DMO ഡോക്ടർ SR ദിലീപ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K സുമേഷ്, സാമൂഹ്യനീതി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് സലീഷ് കുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവരും ബോധവൽക്കരണ പ്രദർശനം കാണാൻ സന്നിഹിതരായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
SDPI മുല്ലാത്ത് കർഗ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കലും നിർധനരായ 500ഓളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. SDPI മുല്ലാത്ത് കർഗ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കലും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ മുല്ലാത്ത് വാർഡിൽ നൂറുൽ ഹുദ മസ്ജിദിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. SDPI മുല്ലാത്ത് ബ്രാഞ്ച് പ്രസിഡന്റ് ഷമീർ ബാഷ യോഗത്തിൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ സലീം മുല്ലാത്ത് വിദ്യാർത്ഥികളെ ആദരിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പഴയങ്ങാടി, സാഹില നവാസ്, സുധീർ പുന്നപ്ര, അൻസിൽ മെഹബൂബ് എന്നിവർ സംസാരിച്ചു. SDPI കറുക ബ്രാഞ്ച് പ്രസിഡന്റ് അനീഷ് ചടങ്ങിന് സ്വാഗതവും വികസന സമിതി കൺവീനർ നൌഫൽ കോയ നന്ദിയും പറഞ്ഞു. അനുമോദന യോഗത്തെ തുടർന്ന് പ്രദേശത്തെ നിർധനരായ 500ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനമാസ വാരാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും HSLAM MLA നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA സ്കൂളിൽ തുടക്കം കുറിച്ചു. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായന മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും HSLAM MLA നിർവഹിച്ചു. ധാരാളം വായിക്കാൻ കഴിയുന്നൊരു ഇടം, അങ്ങനെ ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ നിശ്ചയമായി നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വായിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് വിശിഷ്ടാതിഥിയായി നമ്മുടെ വേദിയിൽ നിന്ന് സന്നിഹിതനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജൂൺ മാസം വായനാ ദിനമായി, വായന വാരാചരണമായും വായന മാസാചരണവുമായൊക്കെ കേരളമെമ്പാടും ആചരിക്കുന്ന ഒരു സമയമാണ്. ജൂൺ 19 പ്രിയങ്കനായിട്ടുള്ള PN പണിക്കർ സാറിൻ്റെ ചരമവാർഷിക ദിനമാണ്. ആ ദിനത്തിലാണ് അദ്ദേഹം മരിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം മുതൽ 95 അദ്ദേഹം മരിക്കുന്നത്. 96 മുതൽ കേരളത്തിലെമ്പാടും നമ്മൾ വായനാ ദിനമായും നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി പിന്നീട് വായന പക്ഷാചരണം എന്നെല്ലാമുള്ള പല പേരുകളിൽ നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിവിധങ്ങളായ പ്രവർത്തനം നടന്നു വരുന്നൊരു ഘട്ടമാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യം വായനയ്ക്കുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ട് നമുക്കെല്ലാം പൊതുവെ ഒരു ബോധ്യമുള്ള കാര്യമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ വളർച്ചയും നേടുന്ന പുതിയ പുതിയ അറിവുകളും ആ അറിവുകളുടെ കൈമാറ്റവുമെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ലോകത്ത് ആധുനികമായ മനുഷ്യനായി നമ്മളെല്ലാം കണക്കാക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ ഒരു ആധുനിക ലോകം എന്ന് നമ്മൾ നിശ്ചയമായും പറയുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാനമായി വർദ്ധിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഭാഗമായി ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആർജിക്കുന്ന പുതിയ വിജ്ഞാനത്തിൻ്റെ ഒരു വളർച്ചയും കൂടി ചേർന്നിട്ടാണ്. ഒരു വർഷക്കാലം നീളുന്ന വായന പരിപോഷണ പ്രവർത്തനമായ വായനയാണ് ലഹരി എന്ന പരിപാടിക്കും MLA തുടക്കം കുറിച്ചു. പ്രശസ്ത കഥാകാരൻ അംബിക സുധൻ മങ്ങാട് മുഖ്യാതിഥിയായി. കഥകളുടെ രചനാ പശ്ചാത്തലവും കഥാകാരൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും അംബിക സുധൻ മങ്ങാട് കുട്ടികളോട് പങ്കുവച്ചു. തുടർന്ന് എൻഡോസൾഫാൻ ദുരന്തം വിവരിച്ച എൻ മകളെ, പരിസ്ഥിതി കഥകളായ ചിന്നമുണ്ടി, നീരാളിയൻ, 2 മത്സ്യങ്ങൾ, മൊട്ടാമ്പുള്ളി, തെയ്യം കഥ പറയുന്ന മരക്കാപ്പിലെ തെയ്യങ്ങൾ തുടങ്ങി കുട്ടികൾ വായിച്ച കഥകളുടെ ചർച്ചയും നടത്തി. SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V. ഫാൻസി എന്നിവർ ചേർന്ന് മികച്ച വായനക്കാർക്ക് സമ്മാനങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ്തി സജിത്, പഞ്ചായത്ത് അംഗം സുനിത പ്രദീപ്, അമ്പലപ്പുഴ VPC V. അനിത, മദർ PTA പ്രസിഡന്റ് ശാലിനി സ്വരാജ്, SMC അംഗങ്ങളായ സുരേഷ് ബാബു, തൻസീർ, സീനിയർ അസിസ്റ്റന്റ് P. പ്രസാദ്, SRG കൺവീനർമാരായ ദീപ ഗോപിനാഥ്, PR രജനി, സ്റ്റാഫ് സെക്രട്ടറി AJ സിസിലി, വിദ്യാരംഗം കൺവീനർ CV മീന എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A. നദീറ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്
ഭരണിക്കാവിൽ വേദി ഒരുങ്ങിയതായി CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭരണിക്കാവിൽ വെച്ച് 27, 28, 29 തീയതികൾ നടക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലൊരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 27ാം തീയതി സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. ശൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ CK കുഞ്ഞിരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖാ പ്രയാണം ആരംഭിക്കും. ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 28-ന് രാവിലെ 10-ന് കാനം രാജേന്ദ്രൻ നഗറിൽ വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തും. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. 29-ന് രാവിലെ 9-ന് പ്രതിനിധി സമ്മേളനം നടക്കും. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, S. സോളമൻ, L. ശ്രീകുമാർ എന്നിവർ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി 5000 കോടി രൂപയ്ക്ക് മുകളിലായെന്നും ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുക്ത് ഭാരത് അഭിയാനുമായി സഹകരിച്ച് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. SDPI മുല്ലാദ് ദർഗ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കലും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. നീർക്കുന്നം ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും H. ഇസ്ലാം MLA നിർവഹിച്ചു. വായനയാണ് ലഹരി എന്ന പദ്ധതിക്കും MLA തുടക്കം കുറിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.